1970-കളുടെ കാലം സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ആധുനികത എന്ന് പേരിട്ട പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലമായിരുന്നു അത്. അന്നായിരുന്നു തനതു നാടകങ്ങളുടെ രംഗപ്രവേശം. അതിന്റെ ഭാഗമായിട്ട് ജി ശങ്കരപ്പിള്ളയുടെയും കവാലത്തിന്റെയും ഒക്കെ നാടകങ്ങൾ, നാടക കളരിയുടെ വരവ്, ഇതോടൊപ്പം തന്നെ അയ്യപ്പ പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ കേരള കവിത എന്ന പ്രസിദ്ധീകരണം, എം ഗോവിന്ദന്റെ സമീക്ഷ എന്ന പ്രസിദ്ധീകരണം, സച്ചിദാനന്ദന്റെ ജ്വാല, ഇങ്ങനെ ലിറ്റിൽ മാഗസിനുകളുടെ ഒരു കാലം. ഇതൊക്കെയായിരുന്നു 75, 76, 77 കാലം. ഏകദേശം ഇതേ കാലയളവിൽ തന്നെയാണ് കെ ജി ശങ്കരപ്പിള്ള ബംഗാൾ എന്ന കവിത എഴുതുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം, മുകുന്ദന്റെ മയ്യഴിപ്പുഴ, ആനന്ദിന്റെ ആൾക്കൂട്ടം, അരവിന്ദന്റെ ഉത്തരായനം സിനിമ, അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം, ജോൺ അബ്രഹാമിന്റെ അഗ്രഹാരത്തിൽ കഴുത, ഇതൊക്കെ വരുന്ന ഒരു സർഗാത്മക കാലമാണ്. ഒക്കെ വളരെ ചുരുങ്ങിയ ഒരു കാലമാണ്. സിനിമയിലും സാഹിത്യത്തിലും ചിത്രകലയിലും സംഗീതത്തിലും ഒക്കെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന ചുരുങ്ങിയ കാലം. അതായിരുന്നു 1970-കളുടെ രണ്ടാം പകുതി. ഇതോടൊപ്പം തന്നെ ഇതേ കാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇതേ കാലത്താണ് ഇടതുപക്ഷ തീവ്രവാദ പ്രസ്ഥാനം കേരളത്തിൽ സജീവമാവുന്നത്. ഇത്തരം ഈ കാലത്തിന്റെ എല്ലാം കാറ്റേറ്റാണ്, അല്ലെ ഈ കാലത്തെ എല്ലാം തൊട്ടു നിന്നാണ് വേണിച്ചേട്ടന്റെ കൗമാരം ഉള്ളത് എന്ന് കാണും. 1955 ജനിക്കുന്ന വേണിച്ചേട്ടൻ ഈ 75, 76, 77 കാലത്താണ് തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അയ്യപ്പ പണിക്കരുടെയും ഹൃദയകുമാരി ടീച്ചറിന്റെയും ഒക്കെ സ്റ്റുഡന്റായി എത്തുന്നതും ഈ പറയുന്ന ആധുനികതയുടെ ഈ സൗന്ദര്യാത്മക കാലാവസ്ഥയും ഒത്ത് തൻ്റെ കൗമാരം ത്തില് ജീവിക്കുന്നത്. അന്ന് ഈ തരിറ്റുഭൂമി എന്ന വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ടി ദിലീപിന്റെ കൃതിയൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു അയ്യപ്പ പണിക്കർ. അന്ന് ലാറ്റിൻ അമേരിക്കൻ കവിതകള് അല്ലെങ്കിൽ ആഫ്രിക്കൻ കവിതകള് ഇതൊക്കെ ഈ കേരള കവിതയിലൂടെയും സമീക്ഷയിലൂടെയും ഒക്കെ അതിന്റെ വിവർത്തനങ്ങൾ വരുന്ന കാലമാണ്. അതുകൊണ്ട് വിവർത്തനം ഈ പദാനുപദമല്ല വിവർത്തനം, വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ടെക്സ്റ്റിനെയാണ് പരിഭാഷപ്പെടുത്തുന്നുള്ള ഈ ട്രാൻസ്ലേഷൻ എന്നതിനപ്പുറം ട്രാൻസ്ക്രിയേഷന്റെ ഒരു കാലമായിരുന്നു വേണുചേട്ടൻ പങ്കിട്ട ഈ കൗമാരകാലം. പിന്നീട് പ്രധാനമായും വേണുചേട്ടൻ ഈ വിവർത്തനത്തിന്റെ രംഗത്ത് എത്തിച്ചേർന്നതും യാദൃച്ഛികമല്ല. ഈ സമയത്ത് വേണുചേട്ടന് ഈ 75, 76, 77 കാലത്ത് വേണുചേട്ടന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലി കിട്ടിയതാണ്. അങ്ങനെ സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലി കിട്ടിയില്ലായിരുന്നു എങ്കിൽ വേണുചേട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അയ്യപ്പ പണിക്കരുടെ കീഴിൽ തന്നെ PhD ചെയ്യുകയും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അക്കാഡമിക് ഇന്റലക്ച്വലായി മാറുകയും ഒരു ക്രിട്ടിക്കായി മാറുകയും ഒക്കെ ചെയ്തേനെ. അതിനൊക്കെയുള്ള ഒരു പൊട്ടൻഷ്യൽ വേണുചേട്ടനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പല ഇടങ്ങളിലുള്ള ഇടപെടലുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വരെ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ ഒട്ടും എക്സിബിഷനിസം ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു മൗലിക പ്രതിഭയായിരുന്നു വേണുചേട്ടൻ. ഈ മരണം അടുത്തു നിന്നവരെയെല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഈ ട്രൂ ഡയലോഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സാംസ്കാരിക സംരംഭത്തിൽ അതിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു വേണുചേട്ടൻ. ഞങ്ങളോട് പല ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് പല സന്ദർഭത്തിലും ഞങ്ങളോട് അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. ഏതായാലും വേണുചേട്ടൻ നമ്മെ കഴിഞ്ഞ ദിവസം വിട്ടുപിരിഞ്ഞു പോയി. ഈ സമയത്ത് നമ്മൾ അദ്ദേഹത്തെ
അനുസ്മരിക്കുകയാണ്. ഈ അനുസ്മരണം ആരംഭിക്കുന്നത് വേണുചേട്ടന്റെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിൽ വേണുചേട്ടനൊപ്പം ഉണ്ടായിരുന്ന അരവിന്ദ് എന്ന അദ്ദേഹത്തിന്റെ അക്കാലത്തെ 70കളിലെ സുഹൃത്തിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അനുസ്മരണം ആരംഭിക്കുക. ഞാൻ കാണുന്നത് ഹസൻ മരക്കാർ ഹാളിൽ വെച്ചാണ് 1974 സെപ്റ്റംബർ. അതായത് ഇപ്പോ 50 വർഷവും 6 മാസമായി. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലായിരുന്നു, ഞാൻ കാര്യവട്ടത്ത് ക്യാമ്പസിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധിക സമയം യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ, പബ്ലിക് ലൈബ്രറിയുടെയും ലോണിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാന വിനോദം. അതിനിടയില് വേണുവിന്റെ കൂടെ നടക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഈ തിരുവരങ്ങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അരവിന്ദന്റെ സംവിധാനത്തിലെ ഉള്ള നാടകം, സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻ. ആ കാലഘട്ടത്തിലാണ് ഉത്തരായനം എന്ന് പറയുന്ന സിനിമ അരവിന്ദൻ ചെയ്തത്. അതിനും ഉപരി അവനവൻ കടമ്പ എന്ന് പറയുന്ന തനത് നാടകം കാവാലത്തിന്റെ അരവിന്ദനാണ് സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നത്. അന്ന് ആ ഫോർട്ടിലുള്ള സ്പോർട്സ് സ്കൂളിൽ ഉള്ള അവിടെയാണ് ഇതിന്റെ ആദ്യത്തെ അവതരണം. അന്ന് ഞങ്ങളൊക്കെ കൂടെയാണ് ഒന്നിച്ചായിരുന്നു പോയിരുന്നത്. അതിനുശേഷം വി ഹാവ് ബീൻ ഇൻ ടച്ച്. എപ്പോഴും സവിതയ്ക്കൊക്കെ അറിയാം, I was a part of that household. He was a part of our life. Miss him. ഞാനും വേണും തമ്മിൽ 60 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നത്. 11 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മഹാരാഷ്ട്രയിലൊരു സ്കൂളിൽ, ഞങ്ങൾ രണ്ടുപേരായിരുന്നു കേരളത്തിൽ നിന്നുണ്ടായിരുന്ന സ്റ്റുഡൻസ്. അപ്പം അങ്ങനെ 4 കൊല്ലം അവിടെ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് ഇവിടെ വേണു ആലപ്പിയിൽ SD കോളേജിൽ ചേർന്നു. ഞാൻ വാഴൂർ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മിലിറ്ററി ചേരാൻ പോയി, NDA ചേരാനായിട്ട്. അത് എക്സാമൊക്കെ എഴുതി പാസ്സായി. അതിന് ആ സമയമായപ്പോഴത്തേന് മിലിറ്ററിയിലൊന്നും പോകണ്ട. അപ്പോൾ വേണു പറഞ്ഞ്, എന്തായാലും നമുക്ക് 2nd ക്ലാസ് ഫെയർ തരുന്നുണ്ട് സർക്കാർ, നമുക്ക് മീററ്റിൽ വരെ ഇൻ്റർവ്യൂവിന് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ഒരു 3-4 ദിവസം അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു. ഓഫ്കോഴ്സ് കിട്ടിയില്ല. പിന്നെ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയി, വേണു SD കോളേജ് ഇത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് വി വെൻ സെപ്പറേറ്റ് വേസ്. ഞങ്ങൾ തമ്മിൽ അതിനുശേഷം ഒരു ദാറ്റ് വാസ് പ്രോബ്ലി 1975-76 ശേഷം ഞങ്ങൾ ഒരു കൊല്ലത്തിലൊരിക്കലൊക്കെയാണ് കാണുന്നത്. പക്ഷേ whenever we meet, the same warmth എപ്പോഴും ഉണ്ടാവും. വേണുവിൻ്റെ ആ ചിരിമതി. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മൊബൈൽ ഫോണുകളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും. ക്രിക്കറ്റിനെ പറ്റിയും സിനിമയെ പറ്റിയും വേണുവിൻ്റെ എഴുത്തിനെ പറ്റിയും ഒക്കെ ധാരാളം സംസാരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, വേണു പല സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ ഞാൻ എല്ലാ കൊല്ലവും നാട്ടിൽ പോകുന്ന സമയത്ത് വേണുവിനെ വിസിറ്റ് ചെയ്യലുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടിപ്പോൾ ഐ കുഡ് സീ ഹിസ് ഫൈൻഡിങ് ഇറ്റ് ഇവൻ ഡിഫിക്കൽട്ട് ടു സ്മൈൽ. ആ സ്ഥിതി കാണുമ്പോൾ സങ്കടം വന്നിരുന്നു. എനിവേ വേണു പോകുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ സാധിച്ചു. അന്ന് രാവിലെയും ഞാൻ പോയി കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ്,
ബിക്കോസ് വേണു വാസ് നോട്ട് കോൺഷ്യസ് വെൻ ഐ മെറ്റ് ഹിം. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ സവിത വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വേണു പോയി. ബട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള 60 കൊല്ലത്തെ ബന്ധം. ബട്ട് ഐ ക്യാൻ ഓൾവേസ് റിമെമ്പർ ഹിം ഓൺലി വിത്ത് എ സ്മൈൽ. ആൻഡ് വേണുവിൻ്റെ പുഞ്ചിരിയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ വിവർത്തകം മാത്രമായിരുന്നില്ല അദ്ദേഹം. എൻ്റെ ഞങ്ങളൊരു 10-20 വർഷമായിട്ട് പരിചയം അടുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാലം തൊട്ടുള്ള ഒരു ആദ്യ വായനക്കാരൻ കൂടിയായിരുന്നു. അതിന്റെ ചില അനുഭവങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാന് വളരെ കഥയൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു 98 കാലത്തൊക്കെ ഞാൻ ഈ മാതൃഭൂമിയിലെ സഹദേവൻ ഉണ്ടായിരുന്നു, വേണുജിയുടെ ഒരു സുഹൃത്തായിരുന്നു, വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, ഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഇങ്ങനെ ഗോപാൽ എന്ന് പറഞ്ഞ പേരിലാണ് അദ്ദേഹം എഴുതുക. അദ്ദേഹം വളരെ വ്യത്യാസമുള്ള ചില സംഗതികൾ ഉന്നയിക്കുന്ന ഒരാളാണ്. അത് ഈ അഭിസംബോധനയാണ് ഒരു വിഷയം. അപ്പൊ മലയാളത്തിൽ നല്ല സംബോധനകൾ ഇല്ല എന്നുള്ളതാണ് അന്ന് അദ്ദേഹം എഴുതിയിരുന്നത്. അത് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഇപ്പൊ യൂന്നോ ഈന്നോ ഒക്കെ ഉപയോഗിക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ലല്ലോ. മലയാളത്തിൽ അതൊക്കെ വലിയ ചെറിയ സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങൾ വരും. അങ്ങനെ ഒരു ലേഖനം അദ്ദേഹം എഴുതിയിരുന്നു. ഈ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം ഉണ്ടായില്ല. പിന്നെ ഏതാണ്ട് ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോ 2006 തോന്നുന്നുണ്ട്. 2006 ഞാൻ ഇവരെ രണ്ടുപേരെയും, വേണുജിയും വൈഫിനെയും ഒരിക്കൽ ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് കണ്ടു. ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കഥ, അദ്ദേഹം വിവർത്തകനാന്ന് എനിക്കറിയാം, ഈ OV വിജയന്റെ ചില ലേഖനങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ എൻ്റെ ഒരു കഥ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഒന്ന് അയച്ചു തന്നാൽ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചെയ്ത സമയത്ത് ഒരു പ്രശ്നം, ഒരു ഓൺലൈൻ മാസികയ്ക്ക് മറ്റേ അന്ന് അയക്കുമ്പോ ഡയറക്റ്റ് കഥകളെ എടുക്കുള്ളൂ, അതിന് ട്രാൻസ്ലേഷൻ എടുക്കില്ല എന്നുള്ളൊരു കാര്യം വന്നു. അപ്പോൾ വളരെ ഒട്ടും മറ്റേ സ്വാർത്ഥതയൊന്നും ഇല്ലാതെ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, അതിനെന്താ സന്തോഷ പേര് വെച്ച് എഴുതിയാൽ മതി, ഞാൻ വിവർത്തനം ചെയ്തു എന്ന് പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ആ കഥ എടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്ക് ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു, അതിനയച്ചു. അതിനൊരു സമ്മാനം കിട്ടി. അത് പബ്ലിഷ് ചെയ്തു ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. പിന്നെ വിവർത്തകരെ മാത്രം അവർ വിളിച്ചുകൊണ്ട് ജാമിയ മിലിയല എന്ന എന്റെ തോന്നല് ഒരു 3 ദിവസത്തെ മറ്റു വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണും, ഇങ്ങനെ കാര്യം അത്ര പ്രസക്തമായിട്ടാണ് ആൾ സംസാരിക്കുക, വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ കഥകളെയൊക്കെ അയച്ചു കൊടുക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് കഥകളെ പറ്റി പറയും. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചില കഥകളുടെയൊക്കെ അവസാനമൊക്കെ എത്തുമ്പോൾ ആൾ പറയും, ഇത് കഥയൊക്കെ കൊള്ളാം, പക്ഷെ സന്തോഷം ഇത് ഉണപ്പിയുന്നില്ല എന്ന് പറയും. സന്തോഷിന്റെ ഒരു രചനയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു വൈകാരികമായിട്ടുള്ള അടുപ്പം തോന്നുന്നില്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയും. അത് അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ കഥ പിന്നീട് ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം, ഞാൻ ഈ നാരകങ്ങളുടെ ഉപമ എന്നുള്ള കഥയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തപ്പോ അവസാനത്തെ ഭാഗത്ത് ഈ പറഞ്ഞ ഒരു ചെറിയ പ്രശ്നം നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ മാറ്റി എഴുതി ആദ്യത്തെ പാരഗ്രാഫ്. അതുകൊണ്ട് വളരെ മാറ്റം വരികയും വളരെ നല്ല രീതിയിൽ മാറുകയും ചെയ്തു. അപ്പൊ കഥകളെ അത് കാണാനുള്ള ഒരു കണ്ണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മലയാളത്തിലൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയാം. ഞാൻ പറയുകയാണെങ്കിൽ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ, ഒന്നുകിൽ നമ്മളെ വല്ലാതെ പ്രശംസിക്കും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗംഭീര കഥയാണ് എന്നൊക്കെ പറഞ്ഞ. പക്ഷെ അതൊരു എഴുത്തുകാരന് അങ്ങനെ ഒരു ഗുണം ചെയ്യാൻ, എസ്പെഷ്യലി നമ്മൾ ഈ കഥ അച്ചടിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ സുഹൃത്തിന് കൊടുക്കുന്നത്, അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനാണ്. പബ്ലിഷ് ചെയ്യാനുള്ള പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ കുറച്ച് പബ്ലിഷ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരാളുകളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അപ്പൊ ഈ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പറയുകയായിരുന്നു. അത് പറയുക മാത്രമല്ല, വളരെ അതിന്റെ കണിശമായിട്ടുള്ള ദോഷങ്ങൾ ആള് ചൂണ്ടിക്കാണിക്കും. നല്ലത് ആദ്യം പറയും, പിന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ പറയും രണ്ടാമത്തെ മനുഷ്യരുടെ ദോഷം വെച്ച് കഴിഞ്ഞാൽ, ഈ എം കൃഷ്ണൻ നായരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ വേണുജിക്ക് ഒരിക്കലും എം കൃഷ്ണൻ നായരായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്കറിയാം. ഇപ്പൊ എം കൃഷ്ണൻ നായർ എപ്പോഴും വലിയ അധികാരത്തോടെ സംസാരിക്കും, ഒരു ഭയങ്കര ആധികാരികമായിട്ട് വിമർശിക്കുകയാണ്, അങ്ങനെ തകർത്ത് കളയുന്ന രീതിയിൽ. അങ്ങനെ ഒരു രീതി ഇദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ടും നമ്മുടെ മറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് ഒരു കഥ എഴുതുമ്പോഴേക്കും അതിനെ തകർത്ത് കളയുക എന്നുള്ള രീതിയിലല്ല, അത് വളരെ സത്യസന്ധമായിട്ട് അത് നന്നാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും. ഒരു രചന നന്നാക്കി എടുക്കാൻ എങ്ങനെ കഴിയുന്നുള്ള ഒരു ധാരണ അദ്ദേഹം ഇത്രയും കാലം വായിച്ചിട്ടുള്ള, വളരെ കൃത്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആള് മിക്കവാറും ഈ ലേലുലാൻഡ് ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുത്ത് സ്ഥിരമായി വായിക്കുന്നതാണ്. തന്നെയല്ല, ഈ ആരെയും ബോധിപ്പിക്കാനുള്ള വായനകളല്ല,
ഒരു പുസ്തകം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്തെങ്കിലും മോശം ഉണ്ടെന്നോ അത് വായിച്ചു എന്നാണോ പറയാനുള്ള അങ്ങനെയുള്ള ഒരു ഇന്റലക്ച്വൽ ഒരു പ്രിട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഥയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടുന്നത് ഇങ്ങനെ 2-3 സുഹൃത്തുക്കളിൽ നിന്നാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓർമ്മകളുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കൊഹിറന്റ് ആയിട്ടുള്ള രീതിയിൽ വായിക്കാനും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും കണക്ഷൻസ് വിട്ടുപോകുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിൽക്കാലത്തെ കഥകളിൽ ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല. അവസാനത്തെ ഒരു 3-4 കൊല്ലം അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലായിരുന്നില്ല അദ്ദേഹം. അപ്പൊ ഞാനിത് എഴുതി പൂർത്തിയാക്കുമ്പോൾ ആലോചിക്കും ഒരു നല്ലൊരു അഭിപ്രായം എനിക്ക് കിട്ടിയിരുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത്. കൂടാതെ തന്നെ പലപ്പോഴും പല ജീവിതത്തിന്റെ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ റിട്ടയർ ചെയ്തു. അപ്പൊ ആ സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള ചില ആള് വളരെ നേരത്തെ റിട്ടയർ ചെയ്ത ആളാണല്ലോ. എനിക്ക് ഒന്ന് 47-48 വയസ്സിലെടുത്തു. ഞാൻ 51 വയസ്സിലെടുക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു ഉപദേശം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കൽക്കത്തയിലുള്ളപ്പോ വിളിച്ചപ്പോ, സന്തോഷ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അധികം ആളോട് സംസാരിക്കണ്ട. പലതരം അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങള് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ഒരു അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഒരുപാട്. അപ്പൊ ഡിസൈഡ് ചെയ്തിയാണെങ്കിൽ അവിടെ നിൽക്കുക, അധികം ആളുകളോട് സംസാരിക്കാതെ നമ്മൾ കാര്യം പേപ്പറൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെയ്തതും. അവസാനം ഈ സംശയമുള്ള ആളുകളെയൊന്നും ഞാൻ വിളിക്കാനൊന്നും പോയില്ല കാര്യമായിട്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം താമസിച്ചിട്ടുണ്ട്. തൃശ്ശൂര് ഞങ്ങള് വന്നിട്ട് ഇവിടെ അദ്ദേഹത്തിന് ചില പരിപാടികൾ, വിവർത്തനത്തിന്റെ പരിപാടികളിലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ പ്രായമുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, 90 വയസ്സുള്ള ജോസ് പുന്നാമ്പറമ്പിൽ, ജർമ്മനിയിലുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കാണുകയും പ്രശസ്ത എഴുത്തുകാർ സക്കറിയ അങ്ങനെ കുറെ ആളുകളൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടി ചില സായാഹ്നങ്ങളൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. പല പല ഓർമ്മകളുണ്ട്. നമുക്കിങ്ങനെ എണ്ണി പറയാവുന്ന രീതിയിലല്ല. പലപ്പോഴും എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇവർക്കൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കഥാസമാഹാരം 3-4 സുഹൃത്തുക്കൾ, ആദ്യ വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ 1-2 നോവൽ അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയിട്ടില്ല. അത് ഈ അസുഖത്തിന്റെ ഓർമ്മക്കുറവിന്റെ. അപ്പൊ അതിന് ഓർമ്മക്കുറവിനോട് ബന്ധപ്പെട്ട ഒരു നോവൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അവസാനം എഴുതിയതാണ് ഈ ജ്ഞാനഭാരം എന്നുള്ള നോവല്. അപ്പൊ അതിന്റെ ഒരു കഥാപാത്രം പോലെ അദ്ദേഹത്തിന്റെ ജീവിതം മാറിപ്പോകുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. എന്റെ എഴുത്ത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പൊ ദീർഘകാലത്തെ ഒരു പ്രവാസത്തിന് ശേഷം കേരളത്തിൽ കൊച്ചിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ആ കാലത്ത് എനിക്ക് നഗരത്തിൽ ആകെ പരിചയമുണ്ടായിരുന്ന 2-3 സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു കൊച്ചിൻ ഫിലിം സൊസൈറ്റി എന്ന സിനിമ പ്രേമികളുടെ കൂട്ടായ്മയിൽ വെച്ചിട്ടാണ് വേണുജിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം വിവർത്തകനാണെന്നും ബാങ്കറാണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ഫിലിം സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകൻ, അതിന്റെ ഭാരവാഹി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. വളരെ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ അതിന് തുടർച്ചയെന്നോണാണ് അദ്ദേഹം പിന്നെ സത്യജിത്തായുടെ പുസ്തകം വിവർത്തനം ചെയ്ത വിവർത്തകനാണെന്നും അതിനും ശേഷമാണ് ഈ സന്തോഷ് കുമാറിന്റെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും വിവർത്തനം നിർവഹിച്ച വ്യക്തിയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ 2 ഭാഷകളിലും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തുല്യ പ്രാഗൽഭ്യത്തോടെ വിവർത്തനം ചെയ്യാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തീർച്ചയായും തോന്നിയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒടുവിൽ ഞങ്ങൾ കണ്ടത് കറണ്ട് ബുക്സിലെ ജോണിച്ചേട്ടൻ നമ്മുടെ നസറുദ്ദീൻ ഷായുടെ ആത്മകഥ വിവർത്തനം ചെയ്യാനായിട്ട് വേണുജിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, വേണുജിയെ പുസ്തകം ഏൽപ്പിക്കണം, ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വികാസ് നഗറിലുള്ള, കടവന്ത്രയിലെ വികാസ് നഗറിലുള്ള വീട്ടിൽ ഞാൻ ചെല്ലുന്നതും കാണുന്നതും പുസ്തകം കൈമാറുന്നത്. പിന്നെ വേണു പോയി എന്നുള്ള ഒരു തോന്നൽ എന്തുകൊണ്ടാ അറിയില്ല, എനിക്ക് വരുന്നില്ല. വേണു പോയി എന്ന് തോന്നുന്നില്ല. ഒരു സുഹൃത്തിന്, ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് നമ്മൾ വണ്ടി കയറ്റിയിട്ട് നമ്മള് എല്ലാവരും തിരിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തത്. നമ്മളെല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ട വേണുവിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ തീയാളുന്ന സമയത്ത് നമ്മളോട് പുറത്തേക്ക് നിൽക്കാൻ പറയുകയും അവിടുത്തെ ആള് ഷട്ടർ ഇടുകയും ചെയ്ത സമയത്ത് നമുക്ക് പോകാവുന്ന ഒരാൾക്കൊപ്പം പോകാവുന്നതിന്റെ അവസാനത്തെ പോയിന്റ് വരെ നമ്മൾ പോയി ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവരും വേണുവിന്റെ വളരെ പഴയ സുഹൃത്തുക്കളാണ്. ഞാൻ വേണുവിനെ പരിചയപ്പെടുന്നത് 99-ലാണ്. ഞങ്ങള് പിന്നെ വസുധയുടെ അടുത്തുള്ള വെങ്കടത്ത് എന്ന വീട്ടിൽ വാടകക്കാരായി വരുന്ന സമയത്താണ് ഞാൻ വേണുവിനെ പരിചയപ്പെടുന്നത് 99-ല്. അത് കഴിയുമ്പോൾ ആ സമയത്ത് എനിക്ക് വേണു വളരെ സീരിയസ് ആയിട്ടുള്ള, അധികം ഒരു നോൺസെൻസ് മാൻ ആയിട്ട് നമ്മളെങ്ങനെ വിഡ്ഢിത്തങ്ങളൊന്നും പറഞ്ഞു ചിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, വായനയെ പറ്റി മാത്രം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ കഴിയുന്ന ഒരാളായിട്ടും, അതുകൊണ്ട് തന്നെ ശ്രീദേവിയോടായിരുന്നു എനിക്ക് കൂടുതൽ ആ സമയത്ത് അടുപ്പുണ്ടായിരുന്നത്. പക്ഷെ 2005 മുതൽക്ക് ഞാനും വേണും ഒരുമിച്ച് ദ ക്വസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഫുട്ടേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽക്ക് എനിക്ക് വേണു ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വേണു ബാങ്കിൽ നിന്ന് വിട്ടത്. പക്ഷെ അതിനിടയിൽ പിന്നെ ഒരു ഗ്യാപ്പ് വരെ, അല്ലെങ്കിൽ വേണു അത് കാര്യങ്ങൾ വേണു വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റാതെ വരെ ചെയ്ത ഒരു ഇടവേള ഉണ്ടായിരുന്നു. ആ സമയത്താണ് വേണു ജേർണലിസത്തിലേക്ക്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആക്ച്വലി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ആഗ്രഹിക്കുന്ന ഒരാള്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആഗ്രഹിക്കുന്ന ഒരാള് ജേർണലിസത്തിന്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള ജേർണലിസം വളരെ വസ്തുതാപരമായി ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് അത് വേണുവിന് ശരിയാവോ എന്നുള്ള സംശയം എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വേണു ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുപാട് വർക്ക് ചെയ്തു. വേണു ഒറ്റയ്ക്കും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കായിരുന്നു, കഴിഞ്ഞ ബുധനാഴ്ചയാ വേണു മരിച്ചേ. അപ്പൊ ആ സമയത്ത് വേണു നമ്മളെ ബുധനാഴ്ച ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച എനിക്ക് ഏഴിക്കരയ്ക്ക് വരണമായിരുന്നു. അപ്പോ ഏഴിക്കരയ്ക്ക് വന്നിട്ട് ഞാൻ ഏഴിക്കരയില് ഒരു ജോസഫ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജോസഫ് മാസ്റ്റർ ഞങ്ങൾ 20 കൊല്ലം മുമ്പ് ഞാനും വേണും പൊക്കാളിയെ കുറിച്ചൊരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ ടു എർത്തിൽ ആ ആർട്ടിക്കിൾ വന്നിരുന്നു. ആ സമയത്ത് ഈ ജോസഫ് മാസ്റ്റർ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ട് CWRDM ഒരു കൊക്കക്കോളയ്ക്ക് 5 ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം എടുക്കാം എന്ന് CWRDM നടത്തിയ ഒരു പഠനത്തെ പറ്റി, ആ പഠനം ശരിയായ രീതിയിലല്ല നടത്തിയതെന്ന് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഞാനും വേണും പറഞ്ഞ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് മാതൃഭൂമിയുടെ കവറായിട്ടും വന്നു, ഇംഗ്ലീഷിലും വന്നു. പലതും ഞങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്യേണ്ടായി. അപ്പൊ ഇത് ആക്ച്വലി ഞങ്ങളെ സഹായിച്ചത് അജിയാണ്, വേണുവിന്റെ അനിയൻ. അപ്പോ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലായിരുന്ന ഒരു വ്യക്തി ഇതിന്റെ കൂടെ ഞങ്ങള് 2-3 ദിവസം ഇരുന്ന് പഠിച്ച് അതിനുള്ള ക്ഷമ വേണുവിന് ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പഠിച്ച് പല ലേഖനങ്ങളും ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകളെ കുറിച്ചുള്ള ഒരു ലേഖനം. പിന്നെ പലതും ഞാൻ നോക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ക്വസ്റ്റ് വിട്ട് ഡൗൺ ടു എർത്തിൽ ജോയിൻ ചെയ്ത് കേരളത്തിൽ നിന്ന് പോയൊരു സമയം ഉണ്ടായിരുന്നു, 2011. അതിനുശേഷം 2011 മുതൽ 2015 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ വേണു മാത്രമാണ് എഴുതിയിട്ടുള്ളത് ക്വസ്റ്റിന്റെ ബാനറിൽ. അപ്പൊ ഒരുപാട് ലേഖനങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടും സോഷ്യലായിട്ടും, ഈവൻ സ്പോർട്സിന്റെ പിന്നെ MP സന്തോഷിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ലേഖനം ഉണ്ട്. അപ്പം പല മേഖലകളിൽ നിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ വേണുവിന് കഴിയുമായിരുന്നു. അതൊരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഇതല്ല, ശരിക്കും ജേർണലിസത്തിന്റെ ഡീപ്പായിട്ട് പോയി കാര്യങ്ങൾ പഠിച്ചു ചെയ്യാനുള്ള ക്ഷമ വേണുവിനുണ്ടായിരുന്നു. എനിക്ക് വേണു വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അതേസമയം വേണു വളരെ സൗമ്യനായിട്ടുള്ള, ജെന്റിലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം വിഷയങ്ങളുടെ കാര്യത്തിൽ വേണു ഒരു താർക്കികനായിരുന്നു. പല വിഷയങ്ങളും നമുക്ക് വിയോജിപ്പല്ല, പല വിഷയങ്ങളിലും വളരെ വേണു കൃത്യമായ നിലപാടുകൾ എടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത്ര തന്നെ വേണു വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു എക്സ്പ്രസീവ് ആയിരുന്നോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ആ ഭാഗത്ത് വേണു വളരെ ജെന്റിലായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു. പക്ഷെ അതിന്റെ നമ്മൾ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഡിബേറ്റുകളിൽ വേണു വളരെ വോക്കലായി തന്നെ ഡിബേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയിരുന്ന സമയത്ത് വേണുവിനെ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് അപ്പുറത്ത് വേണുവിന്റെ സൈലൻസ് മാത്രമായിരുന്നു. വേണുവിന് ഇത്രയധികം വാക്കുകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്രയധികം വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്ന, അതൊരു പാഷനായിട്ടുള്ള
ഒരാളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ, ഓർമ്മകൾ ആ വ്യക്തിയെ വിട്ടുപോവുക എന്ന് പറയുമ്പോൾ അതൊരു എങ്ങനെയായിരിക്കും എന്ന് എനിക്കത് പല രീതിയിലും ഞാനത് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പലപ്പോഴും വേണുവിനെ വിളിക്കുമ്പം നമുക്കൊന്നും നമ്മൾ ഇപ്പുറത്തുനിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് സംസാരിക്കുന്നു. അപ്പുറത്ത് വളരെ സൈലന്റ് ആയിട്ടുള്ള വേണു എന്താണ് വേണുവിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും അങ്ങനെ വേണു സംസാരിക്കാതെ ആയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫോൺ ശ്രീദേവിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് പിന്നെ ശ്രീദേവിയോടാവും സംസാരം. അപ്പൊ എനിക്ക് ശരിക്കും വിഷമം തോന്നാറുണ്ടായിരുന്നു. കാരണം വാക്കുകളും ഓർമ്മകളും വേണുവിനെ വിട്ടുപോകുന്ന സമയത്ത് നമുക്കും സംസാരിക്കാൻ കഴിയാതെ നമ്മളും വിട്ടുപോവല്ല, പക്ഷെ നമുക്ക് ഹെൽപ്ലെസ്നെസ് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ജനുവരിയില് ഒരു ദിവസം ഞാൻ രാത്രി പിന്നെ വസുധയിൽ താമസിച്ചിരുന്നു. അന്നും വേണുവിന്റെ അടുത്തിരുന്ന് കുറെ സംസാരിച്ചു. പക്ഷെ വേണു വളരെ വളരെ ഫീബിൾ ആയിട്ടുള്ള വോയിസിൽ ഇങ്ങനെ ചെറിയ ഒരു യെസ് ഓർ നോ മാത്രമൊക്കെയാണ് വേണു പറയുന്നുണ്ടായിരുന്നത്. വെറുതെ വേണുവിനോട് കുറച്ച് കഴിഞ്ഞപ്പോ ഹിന്ദിയിൽ സംസാരിച്ചപ്പോ വേണു എന്തോ ഒരു വാക്കിലോ ശരിക്കും റെസ്പോണ്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം വന്നു. നമ്മളുടെ ഓർമ്മകൾ പോകുമ്പോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഭാഷ ഏതൊക്കെ ഭാഷയാണ് നമ്മളെ വിട്ടുപോകുന്നത്, ഏതൊക്കെ വാക്കുകളാണ് നമ്മളെ വിട്ടുപോകുന്നത്, ഏതൊക്കെ അർത്ഥങ്ങളാണ് നമ്മളെ വിട്ടുപോകുന്നത്, ഇതൊന്നും നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. എങ്ങനെയാണ് ഇത്തരം സൈലൻസുകളോട് അല്ലെങ്കിൽ ഇത്തരം മറവിയാണോ എനിക്കറിയില്ല, അതിനോട് നമ്മൾ എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ വ്യക്തിക്ക് ഒരു ഹെൽപ്പായി മാറേണ്ടത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അവസാനത്തെ സമയങ്ങളിലും അടുത്തിരുന്ന് സംസാരിക്കുക, യൂണിലാറ്ററൽ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സുഹൃത്ത് വിട്ടുപോയി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വേണു വിട്ടുപോയി എന്നുള്ളൊരു തോന്നല് വരുന്നില്ല. അത് മരണമായിരുന്നില്ല ഞാൻ ഇന്നലെ സവിതയോട് പറയായിരുന്നു, മരണമായിരുന്നില്ല ആ സന്ദർഭമെങ്കിൽ വേണുവിന്റെ അവസാനം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന ആ സന്ദർഭം വേണു ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരുന്നു. വേണുവും അവിടെ അതിൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സമാധാനമുള്ള ഒരു യാത്രയപ്പാണ് നമ്മൾ വേണുവിന് നൽകിയതെന്നും വേണു ഒരു ഹാപ്പി ആയിരുന്നു ആ സമയത്ത് എന്നുമാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ അടുത്ത ഒരാൾ പോയി. പക്ഷെ നമ്മുടെ അടുത്തുനിന്നൊക്കെ നമ്മളുടെ കുട്ടികളും നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ കുറച്ച് അകലേക്ക് പോവുകയും നിത്യേന എന്നുള്ള പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാവുകയൊക്കെ ചെയ്യുന്നത് പോലെ വേണു പോയി എന്ന് മാത്രം ആണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വളരെ അടുത്ത ഫ്രണ്ട് തന്നെയാണ് വേണു. വേണുവിനെ എനിക്ക് പരിചയമുള്ളത് 1970 കഴിഞ്ഞാണ്. 70-ന് ഞാൻ HD കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ഇതൊക്കെ കഴിഞ്ഞ് ബാങ്കും പിന്നെ അഡ്വക്കസിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത്. ഈ വേണുവിനെക്കാളും 5 വർഷം മൂത്തതാണ്. ഞങ്ങൾ കോമൺ ആയിട്ട് മീറ്റ് ചെയ്തത് പ്രൊഫസർ വി മുരളീധരമേനോൻ സാറിൻ്റെ സാന്നിധ്യത്തിലാണ്. പങ്കാശ ക്രൂസ് സാറിൻ്റെയും വി മുരളീധരമേനോൻ സാറിൻ്റെയും SD കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു വി മുരളീധരൻ മേനോൻ സാറ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇപ്പൊ സുചിത്ര മാഡം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മ പോകുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പോയിന്റ് പറയാമെന്ന് വിചാരിച്ചത്. മുരളീധര മേനോൻ സാറ് 1932 ജനിച്ചു, 2012 മരിച്ചു. മരിക്കുന്നതിന് ഒരു 3 വർഷം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഓർമ്മ പോയിരുന്നു. അദ്ദേഹം ഒരു 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 നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണ പോലെയും ഒക്കെ ഇങ്ങനെ എന്താ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ അതിങ്ങനെ ആവാഹിച്ചെടുക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, ഫരീദേ, ഇത് ദൈവം തന്ന കഴിവാണ്, ഇത് ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹം അങ്ങ് എടുക്കും. അതിങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് വേണുവും ധാരാളം സമയം കേട്ടിട്ടുള്ളതായിരിക്കണം. ഞാനും കേട്ടിട്ടുണ്ട്, ഞാനത് പൂർണ്ണമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഒരു വർഷത്തിൽ ഒരു സമയം വരുമ്പോൾ മേനോൻ സാറിന്റെ വീട്ടിലോ പങ്കാശ ഗ്രൂപ്പ് സാറിന്റെ വീട്ടിലോ വെച്ചാണ് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ
ഇവരെന്നെ വിളിച്ചു. അതായത് അത് ഏതാണ്ട് 2016-18 ഇതിലാണ്. മേനോൻ സാറിന്റെ കുറച്ച് എസ്സേകളും ഒന്ന് സമാഹരിച്ച് ഒരു പുസ്തകം എഴുതി, ആനന്ദത്തിന്റെ ആന്തരദീപ്തി എന്ന പേരില് ആനന്ദത്തിന്റെ ആന്തരദീപ്തി. അതിന്റെ ഒരു ആമുഖമായിട്ട് ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ചെറിയ 2 പാരഗ്രാഫ് ഞാൻ വായിക്കാം. ചിന്തകനും അസാമാന്യ ദിഷ്ണാശാലിയും ആഴമടക്കാൻ കഴിയാത്ത ജ്ഞാനത്തിന്റെ ഉടമയും അപാരവാഗ്മിയും സർവോപരി അതിപ്രഗത്ഭനായ അധ്യാപകനുമായിരുന്ന ശ്രീ വി മുരളീധര മേനോൻ ലളിത വേഷധാരി, ഗൗരവം കലർന്ന മുഖഭാവം, എന്നാൽ ഒന്ന് അഭിവാദ്യം ചെയ്തു നോക്കൂ, മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയുമായി നമ്മുടെ മനസ്സിനെ പ്രകാശമാനാക്കുന്ന ഹൃദയം തുറന്ന ചിരി. ഈ പുഞ്ചിരിയും വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വരൂ വരൂ എന്ന് പറഞ്ഞ് തികഞ്ഞ ആത്മാർത്ഥതയോടെ നമ്മെ സ്വീകരിക്കുന്ന ചിരിയും, ന്യൂരോക്തി കൊണ്ട് കുറിക്കു കൊള്ളിക്കുന്നതാക്കുന്ന ഒരു തമാശ പൊട്ടിച്ച് അതിന്റെ പ്രതികരണമായി ഉയരുന്ന പൊട്ടിച്ചിരിയിൽ സ്വയം പങ്കുചേരുന്നതും മറ്റേതിനേക്കാളും അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാവമാണ് ഞാൻ മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇത് അത്ര എന്താ പറയുക, സത്യം ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ പോലെ കിട്ടുന്ന ഒരിത്, ആ അദ്ദേഹത്തെ കുറിച്ച് എനിക്കുള്ള പിക്ചർ അതുപോലെ തന്നെ ഈ 2 പാരഗ്രാഫിൽ മിസ്റ്റർ വേണു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുസ്തകം ഇതില് കൂടുതലായിട്ടും ബുദ്ധദേവന്റെയും രാമകൃഷ്ണ പരമഹംസന്റെയും ടാഗോറിന്റെയും പിന്നെ ഗീതാ പ്രവചന സംക്ഷേപവും മേനോൻ സാറിന്റെ, അതെല്ലാം കൂടെ ഉള്ള ഒരു 12 പോയിന്റ്സ് ആണ് അദ്ദേഹം, 12 ലേഖനങ്ങളാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഞാൻ മിക്കവാറും വായിക്കാറുണ്ട് വേണുവിൻ്റെ ഇതായിട്ട്. അങ്ങനെ വേണുവിനെ അങ്ങനെ ഓർക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഈ ഓർമ്മ പോകുന്നതിന് മുമ്പ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വേണുവിനെ വിളിച്ച് സംസാരിക്കാനും പറ്റി. ഭയങ്കരമായി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. മേനോൻ സാറ് പറഞ്ഞതുപോലെയും സുചിത്ര മാഡം പറഞ്ഞതുപോലെയും വിട്ടു പോകുന്നില്ല ഇവരാരും, ഇവരൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ വിചാരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്.